കൊല്ലം ചവറ ചെറുശ്ശേരി ഭാഗം സ്വദേശി അരുൺ ഫെർണാണ്ടസിന്റെ വീട്ടിലേക്കാണ് ഈ യാത്ര പോകുന്നത്. വീടിനോട് ചേർന്ന് പൂർണ്ണമായും വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ എന്താകും ആ കാഴ്ച? ഫലവൃക്ഷങ്ങളാൽ സമ്പന്നമായിരിക്കും ആ വീടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അരുൺ ഫെർണാണ്ടസിന്റെ വീട്ടിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ ചവറ ശങ്കരമംഗലത്തിനടുത്താണ് അരുൺ ഫെർണാണ്ടസിന്റെ വീട്. സാധാരണ ഒരു വീടല്ല അരുണിന്റേത്. ആകെയുള്ള 10 സെന്റിൽ വീടും അതിനോട് ചേർന്ന് ഫലവൃക്ഷങ്ങളുടെ വലിയ വനസമ്പത്തും അരുൺ നിർമ്മിച്ചെടുത്തു. വീടിനുള്ളിൽ മിയാവാക്കി വനം, അത് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല. പക്ഷേ അത്തരമൊരു കാഴ്ചയാണ് നമ്മൾ ഈ ചവറയിൽ നിന്ന് കാണുന്നത്. പ്രകൃതിയെ വല്ലാതങ്ങ് സ്നേഹിക്കുന്ന മനുഷ്യരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ എനിക്ക് ചുറ്റും കാണുന്ന ഈ മിയാവാക്കി വനം തന്നെ സൂചിപ്പിക്കുന്നത്. മുന്തിരി, ഗ്രീൻ ആപ്പിൾ, അബ്യൂ, ബ്രസീലിയൻ ചെറി, വിയറ്റ്നാം ചക്ക, ആപ്പിൾ ചാമ്പ, വെളുത്ത ഞാവൽ, പേര, ഓറഞ്ച്, അമ്പഴം, മുസംബി തുടങ്ങി 100 കണക്കിന് ഫലവൃക്ഷങ്ങൾ ഇന്ന് അരുണിന്റെ വീടിനോട് ചേർന്ന് കായ്ച്ചു നിൽക്കുന്നു. ഇതാണ് സ്വീറ്റ് ലൂബിക്ക എന്ന് പറഞ്ഞത്. ഇത് നല്ല മധുരമുള്ള ലൂബിക്കയാണ്. ഇതിപ്പോൾ ഒരു 6-7 വർഷത്തെ ഗ്രോത്താണ് ഇതിനുള്ളത്. ഇത് വളരെ ടേസ്റ്റാണ്, നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അതുകൂടാതെ തന്നെ ബ്രസീലിയൻ ചെറി, അതും ഒരു 10 വർഷമായ പ്ലാന്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രോത്തായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ്. വ്യത്യസ്ത ഇനം മാവുകളുടെ 20-ലധികം ശേഖരവും ഇന്ന് അരുണിന് സ്വന്തമായുണ്ട്. മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കുന്ന അരുണിന് മികച്ച വിളവ് തന്നെയാണ് മണ്ണും നൽകുന്നത്. ഒരു 10-40 വെറൈറ്റി ഉണ്ട്. കാലാപ്പാടി, കോട്ടൂർക്കോണം, ഇങ്ങനെ ഇതെല്ലാം ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തും എല്ലാം നല്ല ഇതുണ്ടാവുന്നുണ്ട്. ചവറ KMML ജീവനക്കാരനായ അരുണിന് പിന്തുണയുമായി ഭാര്യ ഷെറിനും മക്കളും എപ്പോഴുമുണ്ട്. സ്ഥലപരിമിതി കൊണ്ട് കൃഷി ഉപേക്ഷിക്കുന്നവരുടെ നാട്ടിലാണ് ഉള്ള 10 സെന്റിൽ അരുൺ 100 മേനി വിളവ് കൊയ്യുന്നത്. മുന്നൂറിലധികം വ്യത്യസ്ത ഇനം സസ്യങ്ങളാൽ സമ്പന്നമാണ് അരുണിന്റെ ഈ വസതി. ഇന്നത്തെ കാലത്ത് അരുണിനെ പോലുള്ളവർ പുതിയ മാതൃക തന്നെയാണ് ഈ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. യെസ്, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയില്ല, ഒരുപാട് എന്താണ് പറയുക, വീടിനോട് ചേർന്ന് ഒരുപാട് വൃക്ഷങ്ങൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ ടെറസിൽ നിന്ന് കയ്യെത്തുന്ന ദൂരത്ത് ഒരു പേരത്ത ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ വെക്കേഷനിൽ നമ്മുടെ മെയിൻ പരിപാടി അതുമായി ബന്ധപ്പെട്ട് നടക്കുക, ഒരു പേരയ്ക്ക് പറിക്കുക, കഴിക്കുക, ഒരു പേരയ്ക്ക് കഴിക്കുക, തൊട്ടപ്പുറത്തൊരു മാവുണ്ട്, അതിലേക്ക് എറിയുക, മാങ്ങിടുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കും ഉണ്ടായിരുന്നു കശുമാവ്, മാവ്, അങ്ങനെ പലതരത്തിലുള്ള കശുമാവും ഉണ്ടായിരുന്നു. അത് പറിക്കുന്നതും പെറുക്കുന്നതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. റംബുട്ടാൻ ഇപ്പോഴും ഉണ്ട് വീട്ടില്. അപ്പം ഇങ്ങനെ വീടിനോട് ചേർന്ന് മരം ഉള്ള അല്ലെങ്കിൽ ഫലവൃക്ഷ തൈകളുള്ള ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടെങ്കിൽ പറയാം. അതായത് വീടിന് കയ്യെത്തുന്ന ദൂരത്തിൽ മരം, അവിടെ നമുക്ക് പറിച്ചെടുക്കാം, കഴിക്കാം, അങ്ങനെ ഉള്ള ഓർമ്മകൾ ഉള്ള ആൾക്കാർ അതുകൂടി പങ്കുവെക്കുക നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പോൾ അതുകൂടെ വായിക്കാം.